വേണ്ടിയിട്ട്. പിന്നെ ആൽബത്തിന്റെ ക്ലൈമാക്സ് രംഗത്താണ് അവിടെ നടന്നത്. ആ അടങ്ങിയ ക്ലൈമാക്സ് രംഗത്തിൽ ഓൺലൈൻ മീഡിയാസ് വന്നിട്ട് എടുത്ത് പുറത്തു വിട്ട സാധനങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടത്. എന്ന് വെച്ച് നാളെ മറ്റന്നാള് ഞാൻ അഭിനയിക്കാൻ പോകുമ്പം 100% നോക്കിയിട്ടേ പോകും. അതൊരു പാഠമാണ് എനിക്ക്. ആള് മുസ്ലിം എന്നുള്ളത് ശരിയാണോ? അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഇല്ലല്ലോ. ഇപ്പൊ എന്തായാലും റിലീവ് ചെയ്യുന്നില്ല. അയ്യോ, റിലീവ് ചെയ്യില്ല ചേച്ചി. അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ അവന് ഒരിക്കലും റിലീവ് ചെയ്യില്ല. അവനെ ടെർമിനേറ്റ് ചെയ്ത് വിടണം. അവന് ഇനി കിട്ടാൻ പോകുന്ന ഒരു സാലറി പോലും കിട്ടാത്ത രീതിയിൽ, അതായത് രേണുസുധിയുടെ ഹസ്ബൻഡായിട്ട് നിൽക്കുന്ന സാലറി കിട്ടാത്ത രീതിയിൽ അവനെ ടെർമിനേറ്റ് ചെയ്ത് വിടണം. ഒരിക്കലും അവനെ റിലീവ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വിട്ടുകൊടുക്കല്ലേ, കാണിച്ചു കൊടുക്കല്ലേ എന്നൊരു അപേക്ഷ മാത്രമേ രേണുസുധിയുടെ ഈ അവസരത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളൂ. കുറച്ച് നാളെ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാനായിട്ട് കാമുകനുണ്ടെന്ന് പറഞ്ഞു. കാമുകന് വേണ്ടിയിട്ട് പാട്ടുകൾ രചിക്കുന്നു, കാമുകന് വേണ്ടിയിട്ട് ആട്ടമാടി കാണിക്കുന്നു, കാമുകന് വേണ്ടിയിട്ട് മെസ്സേജ് പറയുന്നു. അയ്യോ, കാമുകൻ ആ പൊത്തിനകത്തിരുന്ന് കേൾക്കുന്നുണ്ടോ എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട്, ഓൺലൈൻ മീഡിയയുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് പല കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരുന്നു. കാരണം എന്താണ്? ഇതെല്ലാം രേണുസുധിയുടെ വളർച്ച എന്ന് ഉദ്ദേശിച്ച് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ്. എന്നാൽ ഇത് മികച്ച ഒരു കുഴിയിലേക്കാണ് രേണുസുധിയെ വീണ്ടും കൊണ്ടിട്ടതെന്നുള്ളത് സത്യസന്ധമായ കാര്യം. ആ സത്യസന്ധമായ കാര്യത്തിന്റെ റിയാലിറ്റി എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് രേണുസുധിക്കും രേണുസുധിയുടെ കൂടെ ഉള്ളവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ വ്യക്തമായതിനെ തുടർന്ന് ഓന്ത് നിറം മാറുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ സജീലം നിറം മാറുന്നതിനെക്കാട്ടിലും അതിഗംഭീരമായിട്ടാണ് ഇപ്പം അതിനകത്ത് മെഴുകിക്കൊണ്ടിരിക്കുന്ന കാരിക്കുഴി ദാസനാണെങ്കിലും ശരി, അല്ലെങ്കിൽ രേണുസുധി ആണെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള 3-4 ക്ലിപ്പുകൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കാണിച്ചു കൂട്ടിയതെല്ലാം മണ്ടത്തരങ്ങളാണ്, പറഞ്ഞു കൂട്ടിയ റീച്ചിന് വേണ്ടി കാണിച്ചതെല്ലാം തെമ്മാടിത്തരങ്ങളാണെന്നുള്ളതും അതിൽ നിന്നും ഒരു പുറത്തേക്ക് വരിക എന്നുള്ളത് അതികഠിനമായിട്ടുള്ള കാര്യമാണെന്നും എനിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പേഴ്സണലായിട്ട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ സാധനത്തിന്റെ പരിപാടി ഒന്ന് അവസാനിപ്പിച്ച് തരാമോന്ന്. കാരണം മുമ്പ് രേണുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇപ്പം അറപ്പോടും വെറുപ്പോടും, അതായത് തീട്ടത്തിൽ ചവിട്ടിയാൽ പോലും ഇത്രയധികം മുഖം ചുക്കിച്ചുളിഞ്ഞ ആൾക്കാർ നോക്കത്തില്ല. ആ ഒരു രീതിയിലേക്ക് രേണുസുധിയുടെ വീഡിയോയും രേണുസുധിയുടെ മുഖവും കാണുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ. ആദ്യം രേണുവിന്റെ 2-3 പുതിയ ബൈറ്റുകൾ കാണാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്ത് വിനയ കുലിതയായിട്ട് അല്ല കുലീന സ്ത്രീ ആയിട്ടിരുന്നാണ് രേണു ഇതിനൊക്കെ മറുപടി പറയുന്നത്. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. രേണുവിന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ഭർത്താവ് അകാലത്തിൽ മരിച്ചതിനെ തുടർന്ന് എങ്ങനെങ്കിലും കുടുംബത്തെ പോറ്റാനായിട്ട് ഇറങ്ങി തിരിച്ച് ഒരു ധീര വനിത ഒഴുക്കിന് ഒത്തു സഞ്ചരിച്ചു, ഒഴുക്കിനെതിരെ നിന്നില്ല. ഒഴുക്ക് എങ്ങോട്ടാണ് ഒഴുകുന്നത് ആ ഒഴുക്കിനൊഴുത്ത് ഒഴുകി പോകാൻ പോയിട്ട് ഒരു വനിത. അതിഗംഭീരം, മാരകം, മാസ്മരികം, അപരാധം. അതുപോലെ തന്നെ ഇപ്പം ഇതിനു മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് UK-ലാണ് കാമുകൻ ഉണ്ടായിരുന്നത്. അത് ഞാനല്ലല്ലോ പറഞ്ഞത്. UK എന്നൊരു സംസ്ഥാനം, UK സംസ്ഥാനമല്ലേ? UK നമ്മുടെ കൊല്ലത്തെ പഞ്ചായത്താ. അവിടുത്തെ പുതിയ വാർഡ് മെമ്പറൊക്കെ ഇപ്പൊ അങ്ങോട്ട് സെലക്ട് ചെയ്തെടുത്തുള്ളൂ. UK സംസ്ഥാനമൊന്നുമല്ല. ആരാ പറഞ്ഞത്? ആവശ്യമില്ലാത്ത വിവരക്കേട് പറയുന്നത്. അത് പഞ്ചായത്ത്, വെറും പഞ്ചായത്ത്. കോർപ്പറേഷൻ അനുമതി പോലും കിട്ടാത്തൊരു സ്ഥലം. ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞതിന് ശേഷം അയ്യോ, ഇത് ഇട്ട് കൊടുക്കുന്നതാണോ അതോ ഇതിങ്ങനെ ഇതാണോ? ഇത് തങ്കച്ചൻ വഴി പകർന്നു കിട്ടിയ ഒരു കഴിവാണോ ഈ രീതിയിലൊക്കെ സംസാരിക്കാനായിട്ട് കഴിയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി. ഒന്നുകൂടെ. ആള് മുസ്ലിം എന്നുള്ളത് ശരിയാണോ? അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഇല്ലല്ലോ. ഇപ്പൊ എന്തായാലും റിലീവ് ചെയ്യുന്നില്ല. കമന്റിൽ പറയുന്നുള്ളൂ. കമന്റുകാർ പറയട്ടെ. പിന്നെ കമന്റുകാർ പറഞ്ഞു, കമന്റുകാർക്ക് ഇതല്ലേ പണി? നിങ്ങളുടെ കാമുകനെ നോക്കിയിരിക്കുന്നത്. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ വന്നിട്ട് തട്ടമിട്ട വീഡിയോ സുധിച്ചേട്ടനെ ചേർത്ത് നിർത്തിയിട്ട് മുസ്ലിം പാട്ടുള്ള വീഡിയോ ഇട്ടിട്ട് അതിന്റെ താഴെ മുസ്ലിം യുവാവിനെ കെട്ടാൻ പോവാണില്ലേന്ന് ചോദിച്ചു. ആ ഉടനെ കാണ് എന്നൊക്കെ പറഞ്ഞ് പല കമന്റിന്റെയും റിപ്ലൈ കൊടുക്കുന്ന ധീര വിധവയായ വനിത, മരിച്ചുപോയ സ്വന്തം ഭർത്താവിനെ എടുത്തു വെച്ച് റീച്ച് ഉണ്ടാക്കി കുഴി കിടക്കുന്ന അദ്ദേഹത്തിന് മനസമാധാനത്തോടുകൂടി കുഴി കിടക്കാനോ ഇനി സ്വർഗം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ മനസമാധാനത്തോടുകൂടി ഇരിക്കാനും കഴിയാത്ത രീതിയിൽ പല കോപ്രായങ്ങൾ കാണിച്ച് എങ്ങനെങ്കിലും സോഷ്യൽ മീഡിയ നിലനിൽക്കാനായിട്ട് കാണിക്കുന്ന അപരാധങ്ങൾ, അതിനൊക്കെ പുതിയ പേരും അതിനൊരു റീച്ചും അതിനൊരു സ്ത്രീ രൂപവും. അതുപോലെ തന്നെ ഇപ്പം ദാസേട്ടനുമായിട്ട് ഈ ഇടയ്ക്ക് നടന്നൊരു ആൽബത്തില് പല രീതിയിലും പലരും പല കമന്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒഴുകിച്ചേർന്നു, ഓവറായിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ. അങ്ങനെ പറയുന്നവരുടെ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അഭിനയായിട്ട് തന്നെ കാണുക. ഓവറായിട്ട് ഒഴുകിച്ചേർന്നോ? അതെന്തുവാടാ ക്യാമറാമാൻ മോനെ നീ ഉദ്ദേശിച്ചത്? ഒഴുകിച്ചേർന്നെന്ന് ഉദ്ദേശിക്കുന്നത്? യവന്റെയൊക്കെ മോഹം കഴിഞ്ഞ ദിവസം മറ്റേ ഷാലു പേയാട് എടുത്ത് പുറത്ത് കാണിച്ചപ്പോഴത്തേനുണ്ടല്ലോ, ഇവനൊക്കെ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി പോലും കാണിക്കാനായിട്ട് ആഗ്രഹമില്ലാത്തവന്മാരാ നിൽക്കുന്നവന്മാര്. മൊത്തം മുഖവും വായും മൂക്കും തപ്പി, അതായത് ഇൻട്രോവേർട്ട് വാണങ്ങളാന്ന് തോന്നുന്നു ഇമാരി പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ എണ്ണത്തിന്റെ മുഖമൊക്കെ പുറത്ത് വന്നല്ലോ. സത്യം പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല
ഈ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്നു എന്ന് പറയുന്നത്. ഇതുപോലുള്ള വാണങ്ങളെ ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ ക്ലീവേജ് നോക്കിയിരിക്കാനും സാരി അല്പം മുങ്ങിക്കഴിഞ്ഞാൽ പുക്കിൾ എവിടെയാണെന്ന് തപ്പി നോക്കി അവിടെ ക്യാമറ സൂം ചെയ്യാൻ നിൽക്കുന്ന ഇവനെ പോലുള്ള വാണങ്ങളാണ് രേണുസുതിയെ പോലുള്ള വടയക്ഷികൾക്ക് കൂട്ടു നിൽക്കുന്നു എന്ന് അറിയുമ്പോഴത്തേന് വലിയ അത്ഭുതമൊന്നും നമുക്ക് തോന്നാനായിട്ടില്ല. കാരണം രേണുസുതിയുടെ ഒരേ വേവ് ലെങ്തോട് സഞ്ചരിക്കുന്ന അതേ ക്യാമറമാൻമാർ തന്നെ അവരുടെ കൂടെ വേണം. അതാണ് അവരുടെ വളർച്ചയെന്ന് ഉദ്ദേശിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന കുഴിയിലേക്ക് വീഴുന്ന രംഗങ്ങളുടെ ഒരു യഥാർത്ഥ അർത്ഥം വരത്തുള്ളൂ അതിനകത്ത്. ഓവറായിട്ട് ഇഴുകി ചേർന്ന് അഭിനയിക്കാൻ ഡയറക്ടർ പറഞ്ഞാൽ ആ ക്യാരക്ടർ അത് ചെയ്യും. ഞാൻ ഇനിയിപ്പോ സിനിമയ്ക്കകത്ത് അങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ഐറ്റം ഡാൻസ് കളിക്കുക രേണുസുതി എന്ന് പറഞ്ഞാൽ എനിക്ക് കംഫോർട്ടബിൾ ആണ്, ഞാൻ ചെയ്യും. പക്ഷെ ചെയ്യണം ചേച്ചി, ഐറ്റം ഡാൻസ് ചെയ്യണം. പിന്നെ ഐറ്റം ഡാൻസ് ചെയ്യാൻ കേരളത്തിൽ വേറെ ആരുണ്ട്? ഇതുപോലൊരു ഐറ്റം ഡാൻസ് കളിക്കാനായിട്ട് വേറെ ആരുണ്ട്? കളിക്കണം. അങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ കളിക്കണം. അതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ഐറ്റം ഡാൻസ് കളിക്കുന്നത് എന്താ? നിങ്ങൾ ഐറ്റം ഡാൻസ് കളിക്കുന്നു, ലിയോണും ഐറ്റം ഡാൻസ് കളിക്കുന്നു. സുഖമായിട്ട് കളിക്കണം, നല്ല പ്രതിഫലം മേടിക്കണം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ വരമ്പത്ത് കൂലി പാടത്ത് പണി എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിനോടൊന്നും വലിയ യോജിപ്പില്ല. പിന്നെ മരിച്ചു പോയ ഒരാളെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ഒരു മര്യാദ വേണം. ഭർത്താവാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും വളർച്ചയ്ക്ക് അദ്ദേഹത്തെ മാത്രം തൂക്കിയെടുത്ത് കാണിക്കാതെ സ്വന്തമായിട്ടുള്ള വളർച്ചയിൽ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കുകളോ കാര്യങ്ങളോ എടുത്തു വെച്ച് വ്യക്തമായിട്ട് സംസാരിച്ച്, അതായത് UK പോലുള്ള ജില്ലകൾ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, UK പോലുള്ള വലിയ വലിയ പഞ്ചായത്തുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേറൊരു കമന്റ് കൂടെ വന്നു, അങ്ങനെ ഒരാൾ വന്നാൽ ശരിക്കും ഇപ്പൊ കിട്ടുന്ന ഫ്രീഡം കിട്ടത്തില്ല. സത്യം പറഞ്ഞ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഇങ്ങനെ സത്യം പറഞ്ഞ ഇപ്പൊ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി, സുധിച്ചേട്ടൻ ജോലി ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. മനസ്സിലായോ? അല്ലാതെ ഞാൻ ഈ സെലിബ്രിറ്റി ആകാൻ വേണ്ടിയിട്ട് വന്ന ഒരാളല്ല. ഒരു ഒഴുക്കിനനുസരിച്ച്, ഞാൻ എന്നും പറയുന്നത് ഒഴുക്കിനനുസരിച്ച് വന്നതാണ്. എന്തായാലും സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല, വീട്ടിൽ ഇരുന്നേനെ. അപ്പൊ ഏട്ടന്റെ അകാല വിയോഗത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത് ഈ ഒരു അവസരം. അപ്പൊ കുഞ്ഞിലെ തൊട്ടേ ഞാൻ ഡാൻസും പാട്ടും ചെറിയ ചെറിയ അഭിനയമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതായിരുന്നു. അത് നിങ്ങൾക്ക് ആർക്കും അല്ലെങ്കിൽ പുറമെ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ല. അതെ, എന്തായാലും കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി നല്ല വ്യക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി ആദ്യം കൊണ്ടുവന്നത് കാരിക്കുഴി ദാസനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ. പിന്നെ ഒഴുക്കിനനുസരിച്ച് നീന്തിപ്പോയതല്ല. ഒരു ഒഴുക്കിലേക്ക് പ്രവേശിച്ച രേണുസുതി പിന്നെ എങ്ങോട്ടൊഴുകണമെന്ന് രേണുസുതിയുടെ നാക്കും രേണുസുതിയുടെ വായും രേണുസുതിയുടെ മൈൻഡുമാണ് തീരുമാനിച്ചത്. രേണുസുതി എങ്ങോട്ട് ഒഴുകണമെന്നുള്ളത്, അല്ലാതെ ഒഴുക്കിനൊത്ത് ഒഴുകിപ്പോയ രേണുസുതി ഒന്നുമല്ല ഈ നാട്ടിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദാസേട്ടൻ കോഴിക്കോടിന് പറയാനുള്ള 2 വാക്കുകൾ പറയാം. വളരെയധികം പശ്ചാത്താപമുണ്ട്. കാരിക്കുഴി ദാസൻ ഇതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. ഇത് വേണ്ടായിരുന്നു, ഇത് ചെയ്യണ്ടായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ഓരോ ചോദ്യങ്ങൾ അതിനകത്ത് ഉന്നയിക്കാനുള്ളത്. കഷ്ടം തന്നെ കേട്ടോ, കഷ്ടം. എനിക്കവിടെ പറയാം, എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയാം. പക്ഷെ അവിടെ ചെയ്തത്, ഞാൻ ചെയ്ത അവിടെ തലേദിവസം ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, നായകൻ അടുക്കുന്നു, അത് റൊമാൻറ്റിക് ആയിട്ട് ഭാവം വരുന്നു, അവിടെ കഴുത്തിന് ഉമ്മ വെക്കുന്നു, ഹഗ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ ഈ പറഞ്ഞ ഡയറക്ടറാണ് പിറകുന്ന് വിവരിച്ചത്. ഇങ്ങനെ ചെയ്യും ദാസേട്ടൻ, എങ്ങനെ ചെയ്യും, അത് വൈറലാവേണ്ടതൊന്നും പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ പറയാം. അങ്ങനെ ഒരു പരാമർശം അതിലില്ല. ഇന്ന കാര്യങ്ങൾ ചെയ്യും, കുറച്ചുകൂടെ അടുക്കൂ ദാസേട്ട, കഴുത്തിൽ ഉമ്മ വെക്കൂ ദാസേട്ട പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വിവാദമായി, വൈറലായി. കാരണം ഒരു കാര്യം കൂടി ഉണ്ട്, ദാസേട്ടൻ കൂടെ അഭിനയിച്ചോണ്ടല്ല, ആരാ എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആരാ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാ, രേണുസുതി. കേരളത്തിൽ ഇത്രയും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും കൂടുതൽ ലോകമെമ്പാടുമുള്ള ആളുകൾ സോഷ്യൽ മീഡിയ മതി വൈറലാന്ന് പറഞ്ഞു. ലോകമെമ്പാടും ട്രംപിനൊപ്പം എലൺ മസ്കിന്റെ കൂടെ എന്നൊന്നും പറഞ്ഞ് വലിയ വലിയ സംഭവങ്ങളൊന്നും കൊടുക്കണ്ട, അത്രേ ഉള്ളു. ഉപയോഗിക്കുമ്പോൾ രേണുസുതിയാണ് ഏറ്റവും കൂടുതൽ വൈറലായ വ്യക്തി, അല്ലേ? അവരായതുകൊണ്ട് സാധനം കത്തും, സാധനം കത്തിക്കപ്പെടും. അതാണ് അവിടെ സംഭവം. അവരായതുകൊണ്ട് കത്തുമെന്നല്ല, അവർക്കറിയാം എങ്ങനെ കത്തിക്കണമെന്ന്, ഏത് രീതിയിൽ, എവിടെ തൊട്ടാ എവിടെ വേദനിക്കുമെന്ന് അറിയാം. എവിടെ തൊട്ടാലും കുഴി കിടക്കുന്ന സൂചിയേട്ടനെ തൊടത്തുള്ളൂ. അത് വേറൊരു കാര്യം, തിരി അവിടെ ആയിരിക്കുന്നത്. ഓക്കെ, അതായത് വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരം കാണിക്കാമെന്നാണ് അപ്പൊ ദാസേട്ടൻ പറഞ്ഞത്? ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞല്ലോ അവിടെ ദാസേട്ടൻ അറിയാതെ ഓണടിച്ചു പോയി, സോറി. ഒരു ആങ്കർ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഗസ്റ്റിനോട് സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മൾ കണ്ടിട്ടുള്ള ഇന്റർവ്യൂസ് എല്ലാം നിലവാരത്തോടു കൂടി ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. കാരണം വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കേണ്ട മര്യാദ കൊടുത്തിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നിരുത്തിയിട്ട് തോന്നിവാസം കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ വായിൽ നിന്നും അതുപോലെ
അതായത് ഒരു പൊതു സമൂഹത്തിന്റെ മുന്നിൽ എടുത്തു വെച്ച് ഒരു പ്രസംഗത്തിൽ സംസാരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ബാഡ് വേർഡ്സ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആങ്കർ ചെയ്യുന്നൊരു വ്യക്തി ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഏത് രീതിയിൽ അതപ്പതിച്ചു പോയി എന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാരിക്കുഴി ദാസൻ ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഒരു സമയത്ത് നല്ലതായിരുന്നു, ദാസേട്ടൻ കോഴിക്കോടായിരുന്നു, നിങ്ങൾ പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അതെല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമായിരുന്നു. നിങ്ങൾ കൊറോണ സമയത്ത് കൊറോണ വൈറസിനെക്കാട്ടിലും നിങ്ങൾ വൈറലായിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് മാറ്റം കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ കയറി പിടിച്ചും മറ്റേതും കാണിച്ചും മറിച്ചത് കാണിച്ചും ഇഴുകി അഭിനയിച്ചും കിട്ടിയിരിക്കുന്ന ഫെയിം മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടിയ ഓരോ തെമ്മാടിത്തരങ്ങളും നിങ്ങളെ കുഴിയിൽ നിന്നും മറ്റൊരു കുഴിയിലേക്കും നിലവാരത്തിൽ നിന്നും നിലവാരമില്ലായ്മയിലേക്കുമാണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതിന്റെ റിയാലിറ്റി എന്താണെന്ന് ദാസേട്ടൻ കോഴിക്കോട് അഥവാ കായിക്കുട്ടി ദാസനൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കർക്ക് ഇതുപോലുള്ള ചോദ്യങ്ങളും ഈ രീതിയിലുള്ള സഭ്യമായ ഭാഷയിലൂടെ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നതും ഇതുപോലുള്ള രംഗങ്ങളെക്കുറിച്ച് വീണ്ടും എടുത്തു വെച്ച് ചോദ്യം ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അതൊന്നും നോക്കി കണ്ട് അഭിനയിച്ചാൽ കായിക്കുരിദാസനും കായിക്കുരിദാസന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും ഒക്കെ കൊള്ളാം. അതെല്ലാം ഈ പറയുന്നുണ്ട് കേട്ടോ. വ്യക്തി നായകനായി കള്ള് ചെത്തുകാരനായി അവിടെ അഭിനയിച്ചതാണ്. ഞാൻ സിനിമകളിലായാലും അങ്ങനെ അഭിനയിക്കും അല്ലേ? അത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസ്, ഞാൻ അവര് കുറെ സുഹൃത്തുക്കൾ എൻ്റെ ഇല്ലാന്ന് പറയില്ല, അവര് രേണുസുതി എന്ന് പറഞ്ഞ ഘടകമായതുകൊണ്ട് അവർ ദാസടം കൊടുക്കുന്ന വേറെ വ്യക്തിനോട് ചെയ്ത് കഴിഞ്ഞ് ഒരു 10-20 ഓൺലൈൻ മീഡിയാസ് എടുത്ത് കത്തിക്കാൻ കത്തൂല, ഉറപ്പായും കത്തൂല. കത്തിയത് എന്തുകൊണ്ടാ? രേണുസുതി ആയതുകൊണ്ടാണ്. രേണുസുതി ആയതുകൊണ്ട് 2 ഓൺലൈൻ മീഡിയ രേണുസുതി ആയതുകൊണ്ട് കത്തിക്കാനുള്ള വെടിമരുന്ന് കയ്യിൽ തന്നെ ഉണ്ട്. ആ വെടിമരുന്ന് കുറച്ചെടുത്ത് വാരി വിതറാമെന്ന് പറഞ്ഞ് വീണ്ടും അതിനുകൂടെ പുട്ടിന് പൊടിയിറക്കുന്ന നമുക്ക് കയറ്റി കൊടുത്തതാണ് അണ്ണാ. ആണെന്ന് തന്നെ കാണുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഡയറക്ടർ വന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിലെ ചില സീൻസ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ല, ഇവർ സ്വന്തമായിട്ട് ഇവരുടെ സെൽഫ് പ്രൊമോഷൻ, ഈ പറയുന്ന കത്തിക്കലുണ്ടല്ലോ, കത്തിക്കല്, ഇപ്പൊ അണ്ണന്റെ വായിന്ന് പറഞ്ഞ കത്തിക്കല്, ആ കത്തിക്കലിന് വേണ്ടി അണ്ണൻ കുത്തി പൊക്കിയെടുത്ത കത്തിക്കലാണ്. പോട്ടെ കേട്ടോണ വന്ന് പകർത്തി കഴിഞ്ഞാൽ സാധനം കത്തും. കാരണം എന്താ? അവളായതുകൊണ്ട് മാത്രമാണ്. അവിടെ ഞാൻ അഭിനയിക്കുകയാണ് ചെയ്തത്. എന്തിനാ നിങ്ങൾ അനാവശ്യമായിട്ട് ദാസടം കൊടുക്കുക? അങ്ങനെ എന്ത് ചെയ്തു ഞാൻ അവിടെ? എന്താ ചെയ്തത്? ഇത് പോട്ടെ, ഇതൊക്കെ പോട്ടെ. ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് പറയണ്ട. നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഒരിക്കലും അത് നാച്ചുറൽ അല്ല. അതുകൊണ്ട് റിയാലിറ്റി എന്നാലും മനസ്സിലാക്കത്തില്ല. പേടിക്കണ്ട, അത്രേ ഉണ്ട് നിങ്ങളുടെ അഭിനയം. ഷാപ്പിന്റെ ഷൂട്ട് കാര്യങ്ങൾ മാറ്റി വെച്ചോ. വേറൊരു വീഡിയോ ഞാൻ കാണാനിടയായത്, ദാസേട്ടൻ ഏതൊരു പെണ്ണിനെ ഇന്റിമേറ്റ് ആയിട്ട് ഒരു സംഭവം ചെയ്യുന്നു. അപ്പൊ രേണുസുതി കയറി വരുന്ന ഒരു സംഭവം അങ്ങനെ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിക്കും. അതൊന്നും അല്ല, അത് ദാസേട്ടൻ കോഴിക്കോടല്ല, അത് മറ്റേ മുടി വളർത്തിയവനാ. കൃത്യമായിട്ട് ചോദിക്കണ്ടേ? ആരാന്റെ കൊച്ചിന്റെ ഉത്തരവാദിത്വം എന്തിനാ ദാസേട്ടൻ ഏറ്റെടുക്കുന്നത്? ദാസേട്ടന്റെ കൊച്ചിന്റെ ഏറ്റെടുത്താ പോലെ. ഞാനല്ലത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ സീനും കാര്യങ്ങളൊക്കെ കാണുന്നു. അതിൽ ദാസേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ദാസേട്ടൻ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇത്രയും സൊസൈറ്റിയിൽ നല്ലപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നും വേണ്ട, ദാസേട്ടന്റെ വൈഫ് എന്ന് പറയുന്ന വ്യക്തി ടീച്ചറാണ്. സോ അവര് സൊസൈറ്റി പോകുമ്പോൾ അവര് നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ്, ദാസേട്ടന് ഒരു മോളും കൂടിയുണ്ട്, അവര് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് എന്തുകൊണ്ടാണ് ദാസേട്ടൻ അഭിനയിക്കാൻ? നിങ്ങൾ തന്നെ പറയണം, അല്ലാതെ പിന്നെ ഞങ്ങൾ പറയണം അതിനെ കുറിച്ച്? പറ. ഞാൻ ആൽബത്തിൽ അഭിനയിച്ചു, കൃത്യമായി അവിടെ അഭിനയിച്ചതാണത്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു. ഒരു ആക്ടറിനെ സംബന്ധിച്ച് എല്ലാ വശങ്ങളും നോക്കാൻ കഴിയില്ല. ഞാൻ എന്റെ പാർട്ട് രാവിലെ അഭിനയിച്ചു, ആ പാർട്ടാണ് ഓൺലൈൻ മീഡിയാസ് എടുത്ത് പുറത്തിട്ടത്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ പാട് നോക്കി എന്റെ റൂമിലേക്ക് പോയി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആൽബത്തിന്റെ ക്ലൈമാക്സ് രംഗത്താണ് അവിടെ നടന്നത്. ആ നടന്ന ക്ലൈമാക്സ് രംഗത്തിൽ ഓൺലൈൻ മീഡിയാസ് വന്നിട്ട് എടുത്ത് പുറത്തു വിട്ട സാധനങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടത്. എന്ന് വെച്ച് നാളെ മറ്റന്നാള് ഞാൻ അഭിനയിക്കാൻ പോകുമ്പം 100% നോക്കിയിട്ടേ പോകും. അതൊരു പാഠമാണ് എനിക്ക്. ഇതാണ് പാഠം, ഇതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. ദാസേട്ടന് കുറച്ച് മുമ്പേ വരേണ്ടതായിരുന്നു. ഫെയിമിന്റെ പുറത്തും മറ്റേന്റെ പുറത്തും മറിച്ചതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ഓടിപ്പോയപ്പോഴത്തേന് അണ്ണന് വലുതായിട്ടൊരു തിരിച്ചറിവ് ഉണ്ടായില്ല. എന്തായാലും ഈ ഒരു കാര്യത്തോടു കൂടി, ആ ഒരു പെണ്ണിന്റെ ചോദ്യത്തോടു കൂടി അണ്ണൻ്റെ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ആ തിരിച്ചറിവ് നിങ്ങൾ നേരത്തെ പറഞ്ഞ യുണൈറ്റഡ് കെ പഞ്ചായത്തിലുള്ള ആ പെണ്ണിനും അതുപോലെ തന്നെ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ആ തിരിച്ചറിവിലൂടെ നിങ്ങൾ സ്വന്തമായിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിന് നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരും. ആ മാറ്റം വരുമ്പോഴത്തേന് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ റിയാക്ഷൻ അങ്ങ് കുറയും. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കോണ്ടന്റുകൾ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നത് ആൾക്കാരുടെ അടുത്ത് വെച്ച് പ്രൊമോട്ട് ചെയ്യും. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും തന്തയ്ക്കുവിളി മാത്രം കിട്ടുന്നത് അത്ര വലിയ നല്ല സുഖമൊന്നും അല്ലല്ലോ. കാരണം തന്തയ്ക്കുവിളി കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നവർ കൂടെ നിൽക്കുമ്പോഴത്തേന് അത് ആഗ്രഹം, അതായത് അത് കേൾക്കാൻ ആഗ്രഹം ഇല്ലാത്തവരും അത് കേൾക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അതാണ് ഇപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും വലിയ ഫെയിമിൽ നിന്ന രേണുസുതിയെ കൊണ്ടാണല്ലോ അത് അനുഭവിച്ചതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് വളരെ സന്തോഷം.
ശേഷം. പാല് കൊടുത്ത കൈക്ക് തന്നെ അണ്ണന് കടി കിട്ടിയോ അണ്ണാ? കാരണം അണ്ണനല്ലേ ആദ്യമേ കടൽ തീരത്തെ സീനുമായിട്ട് രേണുസുതി ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. കുഴപ്പമില്ല കേട്ടോ. ഒരു 2 പാരസെറ്റാമോൾ കഴിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ദാസേട്ടൻ പറഞ്ഞു വരുന്നത് ഈ ചെയ്തതെല്ലാം തെറ്റാണ്. ഇനി ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇത് ഞാൻ ആവർത്തിക്കില്ല. തെറ്റല്ല, ഈ ചെയ്ത ഒരിക്കലും തെറ്റല്ല. പക്ഷെ ഇത്രയും സംഗതികൾ ഓൺലൈൻ മീഡിയാസ് പുറത്തിടുമ്പോൾ അതിന് ബന്ധപ്പെട്ട ആൾക്കാർ, ഡയറക്ടർ ഉൾപ്പെടെ ആൾക്കാർ ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പൊ ഒരു താങ്കൾ ഒരു ഡയറക്ടർ ആണെങ്കിൽ താങ്കൾ അവരെ അടുപ്പിക്കൂ. ഒരു സിനിമ നടക്കുമ്പോൾ ഏതെങ്കിലും ആള് മൊബൈൽ വന്ന് ഷൂട്ട് ചെയ്യാൻ വന്നാൽ അവരെ ഡയറക്ടർ ഒരിക്കലും വിടില്ല. അതേ പോളിസി പിന്തുടരണം, അങ്ങനെ ചെയ്യണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ ഓൺലൈൻ മീഡിയാസ് വന്നിരുന്നു. ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടി ബന്ധപ്പെട്ട ആൾക്കാർ അവരെ വിളിച്ചു വരുത്തിയതാണ്. അഗേൻസ്റ്റ് നിൽക്കുന്ന രേണുസുതിയാണ്. രേണുസുതി എവിടെ പോയി കഴിഞ്ഞാലും വിളിക്കാതെ തന്നെ ഓൺലൈൻ മീഡിയാസ് അവിടെ എത്തും. സ്വാഭാവികമാണത്. അപ്പം ഇവിടെ ഞാൻ നിൽക്കുന്നു, അപ്പുറം രേണുസുതി നിൽക്കുന്നു. അത് വൈറലാക്കാൻ വേണ്ടി ഓൺലൈൻ മീഡിയാസ് അവിടെ വരുന്നു. ഇതവിടെ സംഭവിച്ചു പോയി എന്ന് വെച്ച് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തി ഒരിക്കലും ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സംഗതികൾ, ആൽബത്തിനോ ഷോർട്ട് ഫിലിമോ സിനിമ എടുക്കുന്ന സംഗതി ഒന്നും അതാത് ബന്ധപ്പെട്ട മേഖലയിൽ കാണുന്ന ആഗ്രഹിക്കുന്ന ആളാണ്. തിയേറ്ററിലാണെങ്കിൽ ഈ ഒരു സംഭവം അണ്ണനെ നല്ല രീതിക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ നല്ല രീതിക്ക് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സംഭവമാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഇതിന് ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുന്നില്ല, ശവന്തീനി ഉറുമ്പുകളില്ലേ, ആ ശവന്തീനി ഉറുമ്പുകളായിട്ട് കണ്ടാൽ മതി. ഏതെങ്കിലും ഒരു തുണി മറയ്ക്കാത്ത ഭാഗങ്ങൾ പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെങ്കിലും തൂക്കിയെടുത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് അതിന് 2 കമന്റ് മേടിച്ച് കൊടുക്കുകയും അതിലൂടെ 10 വ്യൂസ് എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കുകയെന്ന് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് വലുതായിട്ടൊന്നും പറയണ്ട. വിളിക്കുന്ന നിങ്ങളെ കന്നം മുളക്ക് 2 അടി കൊടുത്താൽ തീരാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഈ പരിപാടിയൊന്നും അങ്ങോട്ട് നടക്കത്തില്ലല്ലോ. ഇനി ചേച്ചിക്ക് പറയാനുള്ളത് ഇതാണ് ഗംഭീരം. കഴിഞ്ഞ തവണ നമ്മളൊരു ചാനൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ചേച്ചി ഒറ്റയ്ക്ക് ജീവിതം വരണ തേടുവാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ സ്റ്റോറി ഇട്ടത് സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ മാനസികാവസ്ഥ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ കൂടുതൽ തലച്ചോറ് പ്രവർത്തിക്കുന്നതാണ് പുരുഷന്മാരെക്കാളും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുവാണ്. അപ്പം നമുക്ക് ഒരുപാട് ചിന്തകളും എന്താ പറയാ, ഒരുപാട് ചിന്തകൾ കാണും. ആ ഒരു ചിന്തയിൽ ചിലപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നിക്കാണും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ ഇമോഷൻസ് എന്തായാലും സോഷ്യൽ മീഡിയ ആയിട്ട് പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് അറിയാലോ, കൊല്ലം സുധിയുടെ പേര് പറഞ്ഞ് 24/7 ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ മരണവും മരണകാരണങ്ങളും പിള്ളേരെ ജീവിപ്പിക്കാൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒറ്റയ്ക്ക് ജീവിക്കുന്നു. എനിക്ക് അപ്പോഴത്തേന് മാനസികാവസ്ഥ ഒരു പുരുഷൻ വേണമെന്നായിരുന്നു. ഞാനതെടുത്ത് സ്റ്റോറി ഇട്ടുന്ന്. സുചേട്ടാ ഞാൻ വന്നു. എവിടെയായിരുന്നു? ബിഗ് ബോസിനകത്ത്. ഒറ്റയ്ക്ക് ജീവിക്കാൻ വരുന്നു. എനിക്ക് ഭയങ്കര മാനസിക അവസ്ഥയെന്ന് അച്ഛനെ വിളിച്ചത്. എൻ്റെ ബാഗിൽ നിന്ന് എന്തെങ്കിലും ബാഡ് വേർഡ്സ് വരാമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അപ്പോഴേ വിളിക്കും. എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. പോട്ടെ, അച്ഛനെയൊക്കെ നമുക്ക് പിന്നെടുക്കാം. രേണുസുതിയാണ് ഇവിടുന്ന് മെയിൻ വിഷയം. അല്ല പെണ്ണ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? വായി തോന്നിയ കോതയ്ക്ക് പാട്ട് പോയി ഞാൻ സോഷ്യൽ മീഡിയയായിട്ട് പങ്കുവെക്കുന്ന ആളാണ്. സോ അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടു. അത് എന്റെ ഇഷ്ടമല്ലേ, അന്നേരത്തെ ചിന്തയിൽ ഞാൻ ഇട്ട സ്റ്റോറിയാണ്. അന്നേരത്തെ ചിന്തയിൽ തോന്നുന്ന കാര്യങ്ങൾ ഇടുന്നതൊക്കെ നല്ലത്. എന്നാലും അന്നേരത്തെ ചിന്തയിൽ നമുക്ക് ഇടുന്ന കാര്യം ഇടാത്ത കാര്യമായിട്ട് പല കാര്യങ്ങളുണ്ട്. പറയേണ്ട കാര്യം പറയേണ്ടാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് അന്നേരത്തെ ചിന്തയിൽ ചിലപ്പോൾ പല ഫീലിങ്സ് ഒക്കെ തോന്നിയേക്കാം എന്നും പറഞ്ഞ് അതെടുത്ത് വെച്ച് നമുക്ക് എപ്പോഴും പുറത്ത് കാണിക്കാൻ പറ്റുമോ? ഇടയ്ക്ക് ചേച്ചി മറ്റേ ലവനുമായിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത്. ആ ക്ലിപ്പൊന്നും ഇനി എനിക്കെടുത്ത് വെക്കാൻ വയ്യ. രേണുസുതി നന്നാവുമെന്ന് തോന്നുന്നില്ല. ഇത് നന്നാക്കാനായിട്ട് ആരും നിൽക്കാൻ വേണ്ട. ഈ പോകുന്ന വഴിക്ക് നീ നട്ട് ലൂസായിട്ട് അങ്ങ് പൊക്കോണ്ടിരിക്കട്ടെ, അതായിരിക്കും നല്ലത്. കാണുന്നവർക്ക് ചിലർ എന്റർടൈൻമെന്റ് വേണ്ടേ? പണ്ടൊക്കെ നമുക്ക് കാർട്ടൂൺ നെറ്റ്വർക്ക് കണ്ട് പിള്ളേർക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു എന്റെ പ്രായത്തിലുള്ള സമയത്ത്. ഇപ്പൊ ഞാൻ വളർന്നപ്പോഴത്തേക്കിന് എനിക്ക് എന്റർടൈൻ ചെയ്യാൻ എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് കുറച്ചധികം അപരാധങ്ങൾ കാണാനും ആരെങ്കിലുമൊക്കെ 2 തെറിവിളി കേൾക്കുന്നതൊക്കെ ഒരു കമന്റ് ബോക്സ് വായിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴേ രേണുസുതിയുടെ ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് യൂട്യൂബ് എടുക്കുക, രേണുസുതിനെ ടൈപ്പ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം എടുക്കുക, രേണുസുതിനെ ടൈപ്പ് ചെയ്യുക, ഫേസ്ബുക്ക് എടുക്കുക, രേണുസുതിനെ ടൈപ്പ് ചെയ്യുക. വീഡിയോ കാണാൻ നിൽക്കില്ല. വീഡിയോ കാണാൻ നിന്ന് കഴിഞ്ഞാൽ തലതല്ലി ചാവുന്ന പരിപാടിയായിരിക്കും. അതുകൊണ്ട് വീഡിയോ കാണാൻ നിൽക്കാതെ അപ്പോഴേ കമന്റ് ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ആക്കിയാൽ ഒന്ന് സ്വൈപ്പ് ചെയ്യുക. മനസ്സിന്റെ ആശ്വാസം. എനിക്ക് ഒരുപാട് കമന്റ് ഒക്കെ വരാറുണ്ട്, നെഗറ്റീവ് കമന്റ്. ഞാൻ എപ്പോഴും രേണുസുതിയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോഴത്തേനും ഇതിലും ഭേദം നമുക്കങ്ങ് സന്തോഷമാവടാ. ഒരു മാലപ്പടക്കം മേടിച്ചിട്ട് വീടിനെ ചുറ്റുവിട്ട് പൊട്ടിച്ചിട്ട് നടുക്കൊരു ഗുണ്ടെടുത്ത് അണ്ണാക്കി വെച്ചൊന്ന് പൊട്ടിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് വലിയ സന്തോഷമായിരിക്കും രേണുസുതിയുടെ കമന്റ് ബോക്സ് ഇതുപോലുള്ള കാണും. എന്നാൽ രേണുസുതി നിർത്തല്ല, ഇതുപോലുള്ള അപരാധങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ചീത്ത വെളുപ്പിക്കാത്തവരെ കൊണ്ട് വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മയും വരെ തുമ്പിക്കുന്ന രീതിയിലുള്ള പല പരിപാടികളും കാണിച്ചു കൂട്ടും. അല്ല എന്ന് പറഞ്ഞവളെ കൊണ്ട് ഒറ്റയടിക്കാൻ നല്ലതല്ല എന്ന് പറയിപ്പിക്കുന്ന സിറ്റുവേഷനിൽ കൊണ്ടുവന്ന പരിപാടി ഉണ്ടല്ലോ. കീപ് ഗോയിങ്, കണ്ടിന്യൂ. പിന്നെ മറ്റേ ആ ചെറുക്കനുണ്ടല്ലോ, അവനെ അങ്ങ് റിലീവ് ചെയ്ത് വിട്ടേക്കല്ലേ, അങ്ങ് നമുക്ക് സസ്പെൻഡ് ചെയ്തേക്കാം അവനെ. അപ്പൊ